ഹായ്, ശ്യാമാണ്. ഞാൻ ഇന്ന് വയനാട് ജില്ലയിലെ പേരിക്കടുത്ത് ഐനിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. മറ്റു വീഡിയോനെ അപേക്ഷിച്ച് ഈ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ പ്രോപ്പർട്ടിയാണ്. ഇവൻ UK തന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇങ്ങനെ ഒരു ഫെൻസിങ് ചെയ്യണം ശ്യാമേ. അപ്പം എൻ്റെ ലാൻഡ് ഒരു ഫോറസ്റ്റിന് ചേർന്ന ലാൻഡാണ്. എൻ്റെ വൈഫിൻ്റെ എന്തോ കുടുംബപരമായി കിട്ടിയ സ്വത്താണ്. ഇത് കാട് പിടിച്ച് കിടക്കുന്നുണ്ടായിരുന്നേ, കുറേ നാളുകളായിട്ട് കാട് പിടിച്ച് കിടക്കുന്നുണ്ടായിരുന്നേ. ഇത് എന്തെങ്കിലും എനിക്ക് കുറച്ച് കൃഷി ചെയ്യണം അവിടെ. UK എന്നെല്ലാം വന്ന് ലാസ്റ്റ് ഭാവിയിലേക്ക് ഇവിടെ സെറ്റാകുന്ന സമയത്ത് എന്താ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുക, അതിനുവേണ്ടി ഞാനിപ്പോഴേ കൃഷിയും മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റണം. പക്ഷേ കാട്ടുപോത്തിൻ്റെ വളരെ ഉപദ്രവമുണ്ട്. അവിടെ നമുക്ക് ഏത് രീതിയിലുള്ള ഫെൻസിങ് ചെയ്ത് നമുക്ക് ഇത് സംരക്ഷിക്കാൻ പറ്റും. കാട്ടുപോത്ത് എന്ന് പറഞ്ഞാൽ മറ്റ് ജീവികളുടെ അപേക്ഷിച്ച് വളരെ ആഘാതം ഏൽപ്പിക്കാൻ പറ്റും. വേലികൾക്ക് നശിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ഒരു മൃഗമാണ്. അപ്പോൾ അവനോട് ആദ്യം ഒരു കമ്പിവേലി ചെയ്യാം, മുള്ളുകമ്പി വേലി ചെയ്യാം. നമുക്ക് നമ്മളോട് കമ്പിവേലി ചെയ്യുന്ന അത്ര നല്ലതല്ല. ജസ്റ്റ് ബൗണ്ടറി മാർക്കിംഗ് ഒക്കെ ഉള്ള പർപ്പസിനെ നമുക്ക് കമ്പിവേലി ചെയ്യാൻ പറ്റുള്ളൂ. ഇതിന് കാട്ടുപോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ആഘാത ജീവി ആയതുകൊണ്ട് നോട്ടഡ് ഫെൻസാണ് ഞാൻ അവനെ സജസ്റ്റ് ചെയ്തത്. ടാറ്റയുടെ പുതിയ ഒരു പ്രൊഡക്റ്റാണ് നോട്ടഡ് ഫെൻസ്. ഇത് നിർമ്മിച്ചിരിക്കുന്നത് ടാറ്റയുടെ GI വെയറായ ഹൈ ടെൻസൈൽ GI വെയർ യൂസ് ചെയ്തിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് നിലവിൽ അവൈലബിളായ സൈസുകൾ എന്ന് പറയുമ്പം 4 അടി ഹൈറ്റ്, 5 അടി ഹൈറ്റ്, 6 അടി ഹൈറ്റ്, 8 അടി ഹൈറ്റ്, ഈ രീതിയിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇതിൻ്റെ ഗ്യാപ്പ് എന്ന് പറയുമ്പം അടിയിൽ 3 ഇഞ്ച് ഗ്യാപ്പാണ്, തൊട്ട് മുകളിൽ 4 ഇഞ്ച് ഗ്യാപ്പ് വരുന്നുണ്ട്. ഏറ്റവും ടോപ്പിലോട്ട് വരുമ്പം നമുക്ക് 6 ഇഞ്ച് ഹൈറ്റിൽ ഗ്യാപ്പിലാണ് ഇത് വരുന്നത്. പിന്നെ ഇതിന് സ്റ്റെമ്പായി ഇതിന് യൂസ് ചെയ്തേക്കുന്നത് ടാറ്റേൻ്റെ GI റൗണ്ട് 1.5 റൗണ്ട് GI പോസ്റ്റാണ് യൂസ് ചെയ്യുന്നത്. 16 ഗേജാണ് ഇതിൻ്റെ സൈസ് വരുന്നത്. ഈ പ്രോപ്പർട്ടീൻ്റെ ഘടന എന്ന് പറയുമ്പോൾ ഒരു V ഷേപ്പിലാണ്. അതായത് ഒരു 40 ഡിഗ്രിയോളം ഈ ലാൻഡ് ചെരിഞ്ഞാണ് വരുന്നത്. കുറേ ഭാഗങ്ങൾ ലെവലുണ്ട്, എങ്കിൽ കൂടി 40 ഡിഗ്രിയോളം ചെരിവുണ്ട്. എങ്കിലും ചെരിവുള്ള ഒരു പ്രോപ്പർട്ടിയിൽ പൊതുവെ നമ്മൾ നോട്ടഡ് ഫെൻസ് ചെയ്യാറില്ല. ഈ പ്രോപ്പർട്ടിയിൽ നമ്മൾ ചെയ്തു നോക്കി വളരെ സക്സസ് ആണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടിക്ക് തട്ട് ആയിട്ടല്ല ഇതിൻ്റെ ലാൻഡ് വരുന്നത്, തട്ടല്ല. അതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ നോട്ടഡ് ഫെൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നോട്ടഡ് ഫെൻസ് നമുക്ക് ഈ തട്ടായ ഭൂമികൾക്ക് നമുക്ക് ഇത് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. സ്ലോപ്പായി കിടക്കുന്ന 40 ഡിഗ്രിയോളം ചെലവുണ്ടെങ്കിലും നമുക്ക് നിൽക്കാൻ പോലും ഈ സ്ഥലങ്ങളിൽ പറ്റുന്നുണ്ടല്ല. എങ്കിലും നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് ഈ നോട്ടഡ് ഫെൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഫെൻസിങ് സംബന്ധമായ എന്ത് ഡൗട്ടുകൾക്കും ഏത് രീതിയിലുള്ള ഫെൻസിങ് വർക്കുകൾക്കും താഴെ കാണുന്ന ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്.